പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിച്ച ഭാരത സൈന്യത്തിന് നന്ദി പറഞ്ഞ് പൊതുജനം. ആഗ്രഹിച്ച തിരിച്ചടിയെന്നും ഭീകരർക്ക് കൃത്യമായ മറുപടി നൽകിയെന്നും ജനം പ്രതികരിച്ചു. പഹൽഗാമിലെ കൂട്ടക്കുരുതിക്ക് അങ്ങനെ രാജ്യം മറുപടി നൽകിയിരിക്കുകയാണ്. നമ്മുടെ അമ്മമാരുടെയും സഹോദരിമാരുടെയും ഒക്കെ സിന്ദൂരക്കുറി മായ്ച്ചവർക്ക് തിരിനെറ്റി കടിച്ചുകൊണ്ടാണ് രാജ്യം ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത്. എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർ സൈന്യത്തിൻ്റെ ഈ ഓപ്പറേഷൻ അത് കാണുന്നത് എന്നുള്ളത് ചോദിക്കാം. നമ്മുടെ പഹൽഗാം കൂട്ടക്കൊല നിങ്ങൾക്കറിയാമല്ലോ, ഭീകരാക്രമണം. അതിന് രാജ്യം മറുപടി നൽകിയതിനെ പറ്റിയുള്ള വാർത്തകൾ കണ്ടിരുന്നോ? ഈ ഘട്ടത്തിൽ എന്താണ് പറയാനുള്ളത് ഒരു ഭാരതീയൻ എന്ന നിലയിൽ? ശരിക്കും ഇത് ചെയ്ത കാര്യം നല്ലതാണ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ തിരിച്ചടിച്ചത് ഏറ്റവും നല്ല കാര്യമാണ്. അർഹമായ തിരിച്ചടി തന്നെയാണ് കൊടുത്തേക്കുന്നത്. കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തുണ്ട്. ചേട്ടാ, പഹൽഗാമിലെ സംഭവത്തിന് തിരിച്ചടി കൊടുത്ത് അറിഞ്ഞോ രാവിലെ സൈന്യം? എന്താണ് ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഈ ഘട്ടത്തിൽ പറയാനുള്ളത്? അല്ല, അത് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അങ്ങനെ തിരിച്ചടി അവർക്ക് കൊടുക്കുമെന്നുള്ളത്. അപ്പോൾ അത് രാജ്യസ്നേഹം എന്നുള്ള ഈ പറഞ്ഞ നമ്മുടെ രാജ്യത്തിലെ ഓരോ പൗരൻ്റെയും ഇപ്പോൾ ഈ ആക്രമണത്തിൽ മരിച്ചു പോയിട്ടുള്ള ഓരോ പൗരൻ്റെ രക്തത്തിന് വേണ്ടിയിട്ട് പകരം ചോദിച്ചതാണ്. അത് കൃത്യമാണ് മറുപടി. അങ്ങനെയാണ് ആ മറുപടി തന്നെയാണ് ആളുകൾ പറയുന്നത്. രാജ്യം ആഗ്രഹിച്ച മറുപടി ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരെ പാക് സ്പോൺസേഡ് ഭീകരവാദത്തിന് നമ്മുടെ രാജ്യത്തിൻ്റെ മണ്ണിൽ വളർന്നു വന്ന് നമ്മുടെ നാട്ടിലെ ആളുകളെ കൂട്ടക്കുരുതി ചെയ്ത ആ ഭീകരാക്രമണത്തിനുള്ള കൃത്യമായ മറുപടി അത് ചെയ്തത് ആവശ്യമായിരുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ് പ്രതികരണങ്ങൾ വരുന്നത്. ചേട്ടാ, നമ്മുടെ പഹൽഗാം സംഭവത്തിലെ ഇപ്പോൾ സൈന്യം തിരിച്ചടിച്ചറിഞ്ഞിരുന്നോ പാകിസ്ഥാനെ? എങ്ങനെ തോന്നി? ഇപ്പോൾ സന്തോഷം തോന്നുന്നു. ഇതിന് നല്ല മറുപടി കൊടുക്കണമായിരുന്നു. ഇത് കൃത്യമാണ് മറുപടി. പിന്നെ കൃത്യമല്ലേ, നല്ല കൃത്യമാണ്. അങ്ങനെയാണ് ആളുകളെല്ലാം പറയുന്നത്. ഉചിതമായ മറുപടി എന്നുള്ള ആ ഒരു പ്രതികരണമാണ് ഇവരുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. കൂടുതൽ ആളുകൾ രാവിലെ റെയിൽവേ സ്റ്റേഷൻ പതിവിൽ അത്രയും തിരക്ക് ഇപ്പോഴും ഇവിടെ ഇല്ല, പക്ഷേ കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ട്. ചേട്ടാ, നമ്മുടെ സൈന്യം തിരിച്ചടിച്ചറിഞ്ഞില്ലേ? എങ്ങനെ തോന്നുന്നു ഒരു ഭാരതീയൻ എന്ന നിലയിൽ ഈ ഘട്ടത്തിൽ? അഭിമാനമുണ്ടെന്നാണ് ചേട്ടൻ പറയുന്നത്. സൈന്യം ഇനിയും ശക്തമായ മറുപടി ഭാരതം ഇപ്പോൾ തന്നെ ഓൾറെഡി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൊടുക്കണമെന്നുള്ള ആഗ്രഹമുണ്ടോ? ചെയ്യണം. അങ്ങനെയാണ് ഓരോരുത്തർ ഓരോ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് കൃത്യമായി. ചേച്ചി, രാവിലെ സംഭവം അറിഞ്ഞായിരുന്നോ? വളരെ നല്ല സംഭവം അറിഞ്ഞിരുന്നു. എൻ്റെ ഹസ്ബൻഡും ആർമിയിലാണ്, ഞങ്ങളും പഞ്ചാബിലായിരുന്നു. ഇപ്പോൾ നാട്ടിലെത്തിയതേ ഉള്ളൂ. വളരെ അടുത്ത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന തന്നെയാണ്. കാരണം ഇപ്പം എല്ലാ ആൾക്കാരുടെയും വികാരം നമ്മൾ മാനിക്കണമല്ലോ. അപ്പം തീർച്ചയായും നല്ലൊരു നടപടി. സൈനിക ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയാണ് പറഞ്ഞത്. കൃത്യമായ മറുപടി എന്നുള്ളതാണ്, രാജ്യത്തെ ജനങ്ങളുടെ വികാരം മുഴുവൻ പ്രതിഫലിക്കുന്ന മറുപടി എന്നുള്ളതാണ്. ചേട്ടാ, ഒരു മിനിറ്റ്, നമ്മുടെ പഹൽഗാമിലെ സംഭവത്തിന് ഇന്ന് മറുപടി കൊടുത്ത് അറിഞ്ഞിരുന്നോ രാജ്യം? അറിഞ്ഞു. ഒരു ഭാരതീയ എന്ന നിലയിൽ എന്താണ് ഇപ്പോൾ കിട്ടുന്നത്? അത് നല്ലൊരു അഭിപ്രായമാണ്. എനിക്ക് അത് അവനോട് യോജിപ്പില്ല. അവർ കയറി അടിക്കാനുള്ള തന്നെ ഇവന്മാരെ ഒതുക്കണം ഇതോടെ. രാജ്യത്തിൻ്റെ അഭിമാനം നമ്മുടെ സൈന്യം. അതേ ഉള്ളൂ. അത് നല്ല കാര്യമാണ്. ഓക്കെ. അങ്ങനെയാണ് എല്ലാവരും കൃത്യമായി പറയുന്നു. നമ്മുടെ രാജ്യം കൃത്യമായ മറുപടി കൊടുത്തിരിക്കുന്നു. നമ്മുടെ സൈനിക വിഭാഗങ്ങൾ കൃത്യമായ മറുപടി കൊടുത്തിരിക്കുന്നു. പ്രതീക്ഷിച്ചിരുന്നതാണ്, അത് കാത്തിരുന്നതാണ്. ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു എന്നുള്ള ആ ഒരു വിശ്വാസത്തിലും അല്ലെങ്കിൽ ആ ഒരു സന്തോഷത്തിലാണ് നമ്മുടെ നാട്ടിലെ മുഴുവൻ ജനങ്ങളും ഉള്ളത് എന്നുള്ളതാണ്. ഇവിടെ കൂടുതൽ ആളുകൾ ഓരോ വശത്തുണ്ട്. ഒരു ചേച്ചി, നമ്മുടെ സൈന്യം ഇപ്പോൾ മറുപടി കൊടുത്ത് അറിഞ്ഞിരുന്നോ പഹൽഗാമിന്? ഭാരതീയ എന്ന നിലയിൽ അഭിമാനിക്കുന്നു. കാരണം ഉടനെ തന്നെ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റി. വളരെ അഭിമാനം തോന്നുന്ന നിമിഷമാണ്. സൈന്യം നമ്മുടെ മാനം കാത്തു. അതെ. സൈന്യം. മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ നാട്ടിലെ കുറെ സ്ത്രീകളെയൊക്കെ വിധവകളാക്കി, അതായത് സിന്ദൂരക്കുറി മായ്ച്ചവർക്കാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടത് തന്നെ വളരെ അർത്ഥവത്തായ പേരായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം എല്ലാ സ്ത്രീകളുടെയും സിന്ദൂരക്കുറി മായ്ച്ചത് കൊണ്ട് ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന പേരിട്ടത് തന്നെ വളരെ അർത്ഥവത്തായിരിക്കുന്നു. അതെ. ആ ഓപ്പറേഷൻ സിന്ദൂർ, ആ പേരിന് പോലും കൃത്യമായ അർത്ഥമുണ്ട് എന്നുള്ളതാണ് ആ ചേച്ചി ഇപ്പോൾ നമ്മളോട് പറഞ്ഞത്. അങ്ങനെ സൈന്യം കൊടുത്ത മറുപടി അത് കൃത്യമാണെന്നും വ്യക്തമാണെന്നും അർത്ഥവത്തായ ഒരു ഓപ്പറേഷനാണെന്നും ഓപ്പറേഷൻ നൽകിയ പേര് പോലും കൃത്യമാണെന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. ഇപ്പോൾ കൂടുതൽ ആളുകൾ ഇവിടെ ഉണ്ട്. ചേട്ടാ, നമ്മുടെ സൈന്യം തിരിച്ചടിച്ചത് അറിഞ്ഞിരുന്നോ? ഒരു ഭാരതീയൻ എന്ന ഈ ഘട്ടത്തിൽ എന്താ പറയുക? വളരെ സന്തോഷം. ഇങ്ങനെ തന്നെയാണ് അടിക്കേണ്ടത്. ഇത് കൂടുതൽ അടിക്കണം, അത്രേ ഉള്ളൂ. അതിൽ കൂടുതൽ നമ്മുടെ സൈന്യത്തിലും എല്ലാം വിശ്വാസം അർപ്പിച്ചു. ആത്മവിശ്വാസം. വളരെ സന്തോഷമല്ലേ ഇത് ചെയ്തത്. അത് തന്നെയാണ് അവിടെ കൂട്ടക്കുരുതി ചെയ്യപ്പെട്ടവർക്കുള്ളൊരു കൃത്യമായ മറുപടി തന്നെയാണ് തിരിച്ചു കൊടുത്തത്. അങ്ങനെയാണ് ചേട്ടൻ. നമ്മൾ തിരിച്ചൊന്നും ചെയ്യാത്തതുകൊണ്ടാണ് പിന്നെയും കയറി അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നല്ല രീതിയിൽ ഒന്ന് കൊടുക്കണമെന്നാണ് നമ്മുടെ അഭിപ്രായം. കൊടുത്തപ്പോഴേ അവിടെ ഒന്നും കൊടുത്തല്ല, ഇനിയും കൊടുക്കണം. അമ്മർക്ക് നല്ല രീതിയിൽ ഒരു ഇതും കൂടി കൊടുക്കണം. അങ്ങനെയാണ് തിരിച്ചടിയിൽ തുടരണം എന്നുള്ളത് തന്നെയാണ് ഇവിടെ നമ്മൾ പ്രതികരണം തേടുന്നവരെല്ലാവരും കൃത്യമായി പറയുന്നത്.
ഒന്ന് ആ സ്ത്രീ നമ്മളോട് സംസാരിച്ചടക്കം 2 യുവതികൾ ഇപ്പോൾ നമ്മളോട് സംസാരിച്ചു. അവർ രണ്ടുപേരും പറഞ്ഞൊരു കാര്യമുണ്ട്, കൃത്യമായ മറുപടി നൽകണം. ഒരാൾ ഒരു കരസേനാ ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയായിരുന്നു, മറ്റൊരാൾ ഇവിടെ ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരാളെ പിക്ക് ചെയ്യാൻ വന്ന് നിൽക്കുന്നവരാണ്. അങ്ങനെ അവർ കൃത്യമായി പറയുന്നുണ്ട്, ആ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നതിൻ്റെ പേരിന് പോലും കൃത്യതയുണ്ട്, അതിന് പോലും അർത്ഥമുണ്ട്. നമ്മുടെ രാജ്യത്തെ കുറച്ചധികം യുവതികളെയും അമ്മമാരെയും ഒക്കെ ഈ രീതിയിൽ വിധവകളാക്കിയ ഒരു ഭീകരാക്രമണത്തിന് കൊടുക്കുന്ന ഉചിതമായ മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ എന്നത്.